പ്രൊഡക്ഷനാണ് ജെറിയുടെ ആത്മകൾ എന്ന ഈ കൊച്ചു വലിയ മലയാള സിനിമ. ഇതിൻ്റെ ആദ്യത്തെ പ്രത്യേകത ഷെയ്ബദർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സംവിധായകൻ അല്ലെങ്കിൽ റൈറ്റർ എന്ന രീതിയിൽ ഞാൻ പുതുമുഖമാണ്, എൻ്റെ ഡെബ്യൂട്ടാണിത്. പക്ഷേ ഒരുപാട് ശ്രേഷ്ഠ കലാകാരന്മാർ, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള കലാകാരന്മാരെ കോർത്തിറക്കി, അല്ലെങ്കിൽ അവരുടെ ടെക്നിക്കൽ മെമ്പേഴ്സിനെ കോർത്തിറക്കി ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ബേസിൽ ചെയ്ത സിനിമയാണ് ജെറിയുടെ ആൺമക്കൾ. ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടറായ ജെറിയായി അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞത് വളരെയധികം സന്തോഷം. കാരണം ഒരു മോഹിപ്പിക്കുന്ന കഥാപാത്രം, ഒരുപക്ഷെ ഒരുപാട് സീനിയറായ അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു നടൻ ഈ സിനിമ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം തോന്നുന്നത് ഈ കഥാപാത്രം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നായിരിക്കും തോന്നുന്നത്. കാരണം അത്രയ്ക്കും ഇമോഷണൽ ഡൈനാമിക്സ് ഉള്ള ഒരു കഥാപാത്രമാണ്. ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ ആദ്യമായി ചെറിയ കുട്ടി, ഒരുപക്ഷെ ചെറിയ കുട്ടി ഗർഭിണിയായിരിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഇയാൾ വിദേശത്തേക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ കുട്ടിയുടെ പ്രായം 4 വയസ്സോ 5 വയസ്സോ ഉണ്ടെന്ന് വെച്ചോളൂ. ആദ്യമായിട്ടായിരിക്കും ഈ അപ്പനെ കാണുന്നത്. ചിലപ്പോൾ വീഡിയോ കോൾ വഴി കണ്ടിട്ടുണ്ടാവും. പക്ഷേ വീഡിയോ കോളിൽ കാണുന്ന ആ സെറിയൽ അല്ല, അല്ലെങ്കിൽ അയാഥാർത്ഥ്യമായ ഒരു ക്യാരക്ടറിൽ നിന്ന് റിയലായ അപ്പനെ കാണുമ്പോൾ മോനേന്ന് സംശയം തോന്നുന്നു. ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇത് തന്നെയാണ് നമ്മൾ വീഡിയോ കോളിൽ കാണുന്ന ആള് എന്ന് ചോദിക്കുന്നിടത്ത് തന്നെ പുള്ളിയുടെ തോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ വന്നത് ഇടയ്ക്കെപ്പോഴും ക്ലാരയോട് ജെറി വളരെ ഇന്റൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ക്ലാര നിനക്ക് എന്ത് പറ്റി, ഞാൻ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഒരുപക്ഷെ ഈ സിനിമ കാണുന്ന ഓരോരുത്തർക്കും പല സിറ്റുവേഷൻസ് അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. ഒരിക്കലും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജെറി പോകുന്നത് ഒരു ഡ്രാമാറ്റിക്കൽ സിറ്റുവേഷനായ സെന്റിമെന്റ്സിലൂടെ ആണെങ്കിൽ ആ സിനിമയുടെ മൂഡ്, അപ്പോഴത്തെ മൂഡ് സെന്റിമെന്റ്സും, ജെറി കടന്നു പോകുന്ന ഒരു ഫൺ മൂഡിലാണെങ്കിൽ അപ്പോ സിനിമയുടെ മൂഡ് ഫണ്ണും, തൊട്ടപ്പുറത്ത് പോകുന്ന ഒരു ഡ്രാമാറ്റിക്കൽ സിറ്റുവേഷനായ ഒരു ഭയങ്കര ട്രോമാറ്റിക് സിറ്റുവേഷനിലൂടെ പോവുകയാണെങ്കിൽ അപ്പോൾ ആ ട്രോമയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇമോഷണൽ ട്രാവലിംഗ് ആണ്. ഒരു 30 ദിവസത്തെ ലീവിന് വന്ന ജെറിയുടെ ഇമോഷണൽ ട്രാവലാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയിൽ എല്ലാം ഉണ്ട്. കാരണം ഇമോഷൻ ബേസ്ഡ് സെന്റിമെന്റ്സ് ഉണ്ട്, വയലൻസ് ഉണ്ട്, ഫണ്ണുണ്ട്, കോമഡി ഉണ്ട്. ഇപ്പൊ നോബിയുടെ ഫുൾ കോമഡി ഉണ്ട്. നോബി എന്ന് പറയുന്നത് ജെറിയുടെ സ്കൂൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ ചോദിക്കും, വെറും ഫ്രണ്ടായിട്ട് മാത്രമായി നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ? ഇല്ല, ജെറിക്ക് ഈ സണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ, നോബിയുടെ ക്യാരക്ടറിനും പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ എല്ലാവരും പോയി കാണണം. കാരണം വെച്ചാൽ ജെറിയുടെ ഇമോഷൻസ് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മൊമെന്റ്സിലുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരു ടെൻഷനുണ്ട്. കാരണം ആക്ടിങ്ങിൽ നമ്മൾ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി നമ്മൾ റീക്രിയേഷൻ ഓഫ് ആക്ടിങ് ആണ്. അപ്പൊ നമ്മൾ തോന്നുന്നു നമ്മളെ ഈ ലൈഫ് ഒരുപക്ഷെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ഒരുപക്ഷെ ഞാൻ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിറ്റുവേഷനിലൂടെ ഞാൻ പോകേണ്ട വന്നു കഴിഞ്ഞാൽ എന്റെ ദൈവമേ എനിക്ക് താങ്ങാൻ പറ്റുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ക്രൈസിസിലൂടെയും എന്നാൽ വളരെ മേക്ക് ബിലീവ് ചെയ്യുന്ന ഒരുപാട് ഫൺ മൂവ്മെന്റ്സും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. കണ്ടിട്ട് ഇതിന്റെ ടെക്നിക്കൽ സൈഡുകളെല്ലാം ഭയങ്കര ഹൈലി ടാലന്റുള്ള ആൾക്കാർ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ സിനിമ സെല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കില്ല. പക്ഷെ നമ്മുടെ കണ്ടന്റ് ആണ് നമ്മുടെ സെൽ വാല്യൂ. ദയവായി നിങ്ങൾ കണ്ടന്റ് മനസ്സിലാക്കി പോയി കണ്ടാൽ മാത്രമേ ഇത് സെൽ വാല്യൂ ആണോ, നിങ്ങളുടെ റിലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണോ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് പടത്തിന്റെ അഭിപ്രായം പറഞ്ഞ് ഇതിന്റെ ഒരു നല്ല ഓപ്പൺ ഡിസ്കഷൻ പറയട്ടെ. ഇതിന്റെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യൂ പ്ലീസ്. അതാണ് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ്. ദയവ് എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. താങ്ക് യു. ജെറിയുടെ വൈഫായിട്ട് ജെറിയുടെ സൈഡാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ഞാൻ എൻ്റെ ക്യാരക്ടറോട് നന്ദി പറഞ്ഞു. എന്നെ ക്ലാര ഏൽപ്പിച്ചത്, എന്നെ വിശ്വസിച്ചേൽപ്പിച്ചത്. അത് ഞാൻ ഭംഗിയായി ചെയ്തിട്ട് തന്നെ വിശ്വസിച്ചത്. എനിക്ക് ഫസ്റ്റ് സാർ എൻ്റെ അടുത്ത് വന്ന് കഥ പറയുമ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം എൻ്റെ അച്ഛനൊരു പ്രവാസിയായിരുന്നു, അമ്മ ഒരു വീട്ടമ്മയായിരുന്നു. അപ്പം ഞങ്ങൾ 2 മക്കളുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അമ്മ ഒറ്റയ്ക്ക് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അച്ഛൻ വർഷത്തിലൊരിക്കൽ വരുന്ന ഒരാളായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അച്ഛനോടുള്ള അറ്റാച്ച്മെന്റ് കുറയുന്നതും അമ്മ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതും അമ്മയോട് അറ്റാച്ച്മെന്റ് കൂടുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മൂവിക്കകത്തുണ്ട്. അപ്പം എനിക്ക് ഈ കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത് അതാണ്. കാരണം ഞാൻ ഫേസ് ചെയ്ത പല കാര്യങ്ങളും എനിക്ക് ഈ മൂവിയിൽ കാണാൻ പറ്റി, ഈ കഥയിൽ. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. നിങ്ങൾക്കും
ഗതി കിട്ടാതെ അറിയുക ഒരു കച്ചവടക്കാരനായിട്ട് നടക്കുന്ന ഒരു ആളായിട്ടുള്ളത്. അപ്പോൾ ജെറിയുടെ കുറേ പൈസയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ജെറിയനെ കാണുന്നു, ജെറിയനെ ഞാൻ കാണുന്നു, പക്ഷെ ഞാൻ മുങ്ങുന്നു. അങ്ങനെ ഒരു കൂട്ടി പോകുന്നു. എന്തായാലും ഞാൻ കുറേ സിനിമ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്ര ഇമോഷണലായിട്ട് ഞാൻ കരഞ്ഞ് അഭിനയിച്ച ഒരു പടമാണ്. കാരണം ഞാനത് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഡബ് ചെയ്യാൻ നേരത്തെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലെന്ന്. ഡബ് ചെയ്യാൻ നേരത്തെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് അതുപോലെ കരയാൻ പറ്റിയില്ല സ്റ്റുഡിയോയിൽ. അപ്പോൾ സാജു എന്നോട് പറഞ്ഞു, ഇത് അജിത്ത് ചെയ്തതാണ്, അജിത്ത് തന്നെ ചെയ്യും. ഞാനത് എൻ്റെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും പടം 19 റിലീസാവുകയാണ്. എല്ലാവരും വീട്ടിൽ തന്നെ പോയി കാണണം. അഭിപ്രായങ്ങൾ പറയാം, എല്ലാ അഭിപ്രായങ്ങളും. ഓക്കെ, എനിക്ക് പ്രത്യേകിച്ച് സിനിമയെ കുറിച്ച് മുഴുവൻ അറിയില്ല. എങ്കിലും ഒരു ലൈഫുള്ള സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ജിജോ സംസാരിച്ചുകൊണ്ടപ്പോൾ ഹൃദയം ഒരു റെസ്റ്റോറൻ്റായിരുന്നു. ആ കഥ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഹീറോയെ നോക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ ഒരു നാച്ചുറൽ എക്സ്പ്രഷൻ അത് ഐ തിങ്ക് ഈ സിനിമയ്ക്ക് ഒരു ലൈഫാണ് ഞാൻ കരുതുന്നു. എന്നെ സംബന്ധിച്ച് സന്തോഷമാണ്. പ്രത്യേകം ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് വിശുദ്ധമ്മയുടെ പാട്ട് എഴുതാൻ പറ്റിയത്. ഒറ്റ വാക്ക് എനിക്ക് പറയാം. ജിജോ ഒരു കൊച്ചു കാര്യം പറഞ്ഞു, ഇതൊരു ചെറിയ വലിയ സിനിമയാണ്. ബൈബിൾ പറയുന്നുണ്ട്, എൻ്റെ ആരംഭം എളിയതാണെങ്കിൽ തന്നെ എൻ്റെ അന്ത്യം മഹത്തരമായിരിക്കും. അപ്പം അങ്ങനെ ലൈഫുള്ള ഒരു സിനിമയായിരിക്കും അല്ലേ, അത് മഹത്തരമായിട്ട് ചർച്ച ചെയ്യപ്പെടട്ടെ. മീഡിയയുടെ സപ്പോർട്ട് ഉണ്ടാകട്ടെ, നല്ലൊരു വിലയിരുത്തൽ, സത്യമുള്ള വിലയിരുത്തൽ ഉണ്ടാകട്ടെ. കൊച്ചിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു, പാടുന്ന ജിജുവെ അഭിനന്ദിക്കുന്നു, എല്ലാവരെയും ഞാനും അഭിനന്ദിക്കുന്നു. താങ്ക് യു. എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന സാധനം എനിക്ക് തന്നത് എനിക്ക് താങ്ക്ഫുൾ. അതിനെല്ലാം പറയുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പാട്ടിലോട്ട് വരുന്നത് തന്നെ അമ്മ പള്ളിയിൽ കൊയറിലെ സിംഗറായിരുന്നു. അപ്പോൾ അമ്മ പള്ളിയിൽ കൊയറിലെ സിംഗറായിരുന്നു. അപ്പോൾ കുർബാന നടക്കുമ്പോഴൊക്കെ എന്നെ കൊയറിൻ്റെ അവിടെ കിടത്തി, അങ്ങനെ അവിടെ കിടന്ന് കൊയറിൻ്റെ അവിടെ കിടന്ന് അങ്ങനെ തുടങ്ങി. പിന്നെ പയ്യെ ഇച്ചിരി ഹൈറ്റ് ആയപ്പോൾ കീബോർഡിലെത്തി തുടങ്ങാൻ തുടങ്ങി. അങ്ങനെ കൊയറിൽ ചെയ്തതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചിട്ടുള്ളതും പള്ളിയിൽ പെർഫോം ചെയ്തിട്ടുള്ളതും കേട്ടിട്ടുള്ളതൊക്കെ പാട്ട് ഷാജിജനാറിൻ്റെ കുറേ പാട്ട് തന്നെയായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ അച്ഛൻ ഭയങ്കര ഇൻസ്പയറിങ് ആണ്. ഇതുപോലത്തെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയ പാട്ടുകൾ ഭയങ്കര പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ട് എല്ലാ പാട്ടും. അപ്പോൾ അന്ന് തൊട്ടേ ഒരു വലിയ മനുഷ്യനെ പോലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഷാജിജിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുക എനിക്കത് ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. കാരണം ഞാൻ അതുപോലെ കണ്ട അച്ഛനാണ്. അതിനുശേഷം എനിക്ക് ഒരു സ്റ്റേജ് വെച്ച് എനിക്ക് സമ്മാനങ്ങൾ തരുന്നുണ്ടായി അച്ഛൻ. പക്ഷെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ഒരു വലിയൊരു സംഭവം എന്നെ വിശ്വസിപ്പിച്ചതിന് ഡോക്ടർ സാറിന് ഭയങ്കര താങ്ക് യു. പിന്നെ എനിക്കിപ്പോൾ 20 വയസ്സാണ്. പക്ഷെ ഞാൻ പടത്തിൽ ഇന്നാവുമ്പോൾ എനിക്ക് 17 വയസ്സായിരുന്നു. ഞാൻ അപ്പോൾ എന്നെ ചുമ്മാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇംഗ്ലീഷ് ലിറിക്സ് ഉണ്ടാക്കി ഈ ഡയറക്ടർ എനിക്ക് അയച്ചു തന്ന് ഞാൻ വെറുതെ സ്കൂൾ ടൈമിൽ ഗ്യാപ്പ് കിട്ടിയപ്പോൾ വെറുതെ അന്ന് ചെയ്ത ട്യൂണായിരുന്നു ഇംഗ്ലീഷ് ഇതിൻ്റെ ടൈറ്റിൽ സോങ്. അപ്പോൾ അന്ന് ഞാൻ ഭയങ്കര ക്ലാസ്സിലൊന്നും വലിയ ശ്രദ്ധയൊന്നുമില്ല, ഫുൾ ടൈം കീബോർഡ് തന്നെ വായിച്ചോണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു പോകുന്നു. അപ്പോൾ ഇത് ലിറിക്സ് കണ്ടപ്പോൾ ലിറിക്സാണ് എനിക്ക് ആദ്യം കിട്ടിയത്. ലിറിക്സ് കണ്ടപ്പോൾ ഞാൻ പാട്ട് ഫുള്ളോടെ തന്നെ പ്രോഗ്രാം ചെയ്ത് ഞാൻ തന്നെ ചുമ്മാ പാടി നമുക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അയച്ചു കൊടുത്തപ്പോൾ എനിക്കിത് മൂവിയിലെ പാട്ടാണെന്ന് അറിഞ്ഞൂടായിരുന്നു. അന്ന് ഞാൻ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് ഇങ്ങനെ ചെറിയ പ്രോഗ്രാമിങ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പരിപാടികളൊക്കെ റീൽസ് അങ്ങനത്തെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂവിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാനത് ചെയ്തു. അത് പിന്നെ അത് മൂവിയാണെന്ന് പറഞ്ഞു വരുന്നു. പിന്നെ നമ്മൾ നല്ല ആൾക്കാരെ വെച്ച് പാടിക്കുന്നു. അപ്പോൾ അന്ന് 17 വയസ്സിൽ അത് ചെയ്തോ എനിക്ക് ഭയങ്കര താങ്ക്ഫുൾ ആണ്. അന്ന് എനിക്ക് ആ വയസ്സിൽ ഞാൻ ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിച്ചത്. ഞാൻ കുറെ നാൾ ഞങ്ങൾ തമ്മിൽ ഈ ജെറി എന്ന കഥാപാത്രത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഡോക്ടർ സുരേഷാണെങ്കിൽ ജെറി ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ 1 മാസക്കാലം അതിനേറെ കാലത്തോളം ഞങ്ങളിങ്ങനെ സംസാരിക്കുകയും പലപ്പോഴും എനിക്കിങ്ങനെ ഒരു ആശയം തോന്നുന്നുണ്ട്
സംബന്ധിക്കുകയും അപ്പം അദ്ദേഹം അതല്ല അത് ഇങ്ങനെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്, വേറൊരു ആംഗിൾ ഒന്ന് ചിന്തിച്ചുകൂടെ എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ കുറെ ഏകദേശം ഒരു മാസക്കാലം ഇങ്ങനെ അത് ഒരു മൈൻഡ് ബ്ലോയിങ്ങിന് ഇടയാക്കി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹം ഞാൻ കണ്ട ചെറിയ ഇദ്ദേഹം ഓൾറെഡി ആവാഹിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഒരു ദിവസം ചോദിക്കുകയായിരുന്നു, എന്നാ പിന്നെ ചെറിയ കൂടെ എന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുകയായിരുന്നു. അത് ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഈ കഥ നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ഇതൊരു 4 ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സിനിമ തിരിക്കാം. ഇൻട്രോന്റെ മുമ്പുള്ള 2 ഭാഗം, ഇൻട്രോന് ശേഷമുള്ള 2 ഭാഗം. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റാർസോ സൂപ്പർ സ്റ്റാർസോ ആണ് നിലവിൽ ഇൻഡസ്ട്രിയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റാർ ആണ് ഇത് അഭിനയിച്ചതെങ്കിൽ ഈ 4 മേഖലയിൽ വെച്ച് നിങ്ങൾ പ്രീഡിറ്റർമെന്റ് ആയി പോകും ഇത് എവിടേക്കാണ് ഈ കഥ പോകാം. അപ്പൊ ഇതൊരു ക്രൈം ത്രില്ലറിലേക്ക് പോകും, ഇതൊരു സെന്റി സിനിമയിലേക്ക് പോകും, ഇതൊരു ഹാപ്പി മൂഡിലേക്ക് പോകും, അതല്ല ഇത് മൊത്തം കൊളാകുമോ എന്ന് ചിന്തിക്കുന്ന പലതരത്തിലുള്ള വശങ്ങളിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നിലവിലുള്ള ആരെങ്കിലും അഭിനയിക്കുകയാണെങ്കിൽ. അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഡോക്ടർ സുരേഷിനെ ചൂസ് ചെയ്തത്. എന്നോട് ജിജോ പറയുന്നത് എന്നോട് കറക്റ്റായിട്ട് കാര്യം പറഞ്ഞില്ല ചേട്ടാ, അതിനൊക്കെ ഇതില്ല. ഒരു ദിവസത്തെ ഷൂട്ട് പോയി ചെയ്യുന്ന സംഭവം ഇതാണ്. ഒരു ലോട്ടറി കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന് പഴയ കാലം പറയുന്നുണ്ട്, അത് പറയുന്നുള്ളൂ, കാണിക്കുന്നില്ല, അത് പറയുന്നുള്ളൂ. അപ്പോൾ ജെറിക്ക് പൈസ കൊടുക്കാനുണ്ട്, ജെറിക്ക് പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ ഞാൻ ഈ നാട്ടിൽ വന്ന് എന്റെ കുടുംബം കാരണവരായി ഭാഗ്യം വിറ്റെടുക്കുക, ഭാഗ്യം പോയവൻ ഭാഗ്യം വിറ്റെടുക്കുന്ന ഒരു പ്രതീതിയാണ്. അപ്പൊ എന്നോട് ഈ കഥ പറഞ്ഞു, ചേട്ടൻ ചെയ്യും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ഞാനത് നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇല്ലേ? അതെ അതെ. ഞാൻ പറഞ്ഞത് അത്ര ഇമോഷണലായിട്ട് ഞാൻ ചെയ്തത്. അപ്പൊ ഞാൻ ഇപ്പോൾ ഒരു 10-20 സിനിമ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ വലിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ കള്ളനായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ചെയ്തിരുന്നത് നല്ല ഇമോഷണലായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ഇവരും എന്നോട് പറഞ്ഞു എനിക്ക് ചെയ്തൊരു അഭിപ്രായമാണ്. എന്തായാലും എൻ്റെ ഒരു നിങ്ങൾ ചോദിച്ചൊരു വാക്കുണ്ടല്ലോ, ഞാൻ എന്നോട് പറഞ്ഞു അത് മെസ്സേജായിട്ട് കിട്ടിയായിരുന്നു കിട്ടും. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ചേട്ടാ പറഞ്ഞ കഥനായിട്ടുള്ള സമയത്തുണ്ടാകുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഞാൻ കാരണമാണ് ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുന്ന കഥാപാത്രം മൈൻഡിലുള്ള ഒരു കാര്യം ഉണ്ടാവുമല്ലോ, ക്യാരക്ടർ എങ്ങനെയാണെന്ന് അല്ല അതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ 15 ദിവസം ഡേറ്റ് നോക്കിയിട്ട് ഡ്രോപ്സ് ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ അത് എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പരിപാടിയായിട്ട് അടയാളം വെച്ചിരുന്നു. ഒരു സിനിമയ്ക്ക് ഒരു പാട്ട്, അത് ക്രിസ്ത്യൻ പാട്ട് എഴുതാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ രാജ്യം ജിജാവൊന്നും അറിയത്തിന്റെ തന്നെ ഒരു പാട്ട്, നല്ല മെലഡി. മഴ മലരായി പിണരുകളെല്ലാം എരിവയിലെ തണലായി വ്യാകുലമെല്ലാം ഉണരുകയല്ലോ ആത്മാവിൽ തിരികെട്ടുപോകും. നല്ല മെലഡി നിത്യമാണ്, നന്നായിട്ട് പാടി. പരിശുദ്ധം എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ വ്യത്യസ്തമായിട്ട് എഴുതാൻ, സിനിമയുടെ ഒരു പാറ്റിൽ എഴുതാൻ ശ്രമിച്ചു. അറിയില്ല അതിലാണ് ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കണേ. ഞാൻ തന്നെ സംസാരിക്കുന്നത്, ഞാൻ ചങ്ങനാശ്ശേരിയിലുള്ള അച്ഛൻ്റെ ഓഫീസിൽ ഞാനൊരു ദിവസം അച്ഛനെ കാണാൻ വേണ്ടി ചെന്നു. അപ്പം മുഷിഞ്ഞ് മാറിയിട്ടില്ലാത്ത ജീൻസ്, ഒരു ചെക്ക് ഷർട്ട്, ഒരു ബാഗ് പുറത്ത് കിടക്കുന്നു, ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്. ഞാൻ അച്ഛനെ കാണാൻ ചെല്ലുകയാണ്. എന്നെ കണ്ടാൽ വികൃതമായ ഒരുപാട് തോന്നും. ഞാനോട് അച്ഛനോട് അച്ഛൻ ഞാനാണ് സിനിമ ചെയ്യാൻ പോകുന്ന ഡയറക്ടർ, എനിക്കൊരു പാട്ട് അച്ഛനെ പറഞ്ഞതല്ലോ എന്താ പറഞ്ഞു. അപ്പൊ അച്ഛനെ കുറെ നേരം ഇങ്ങനെ നോക്കി. ഞാൻ ഓർത്ത് എടാ ഇതിപ്പോ
അച്ഛൻ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അപ്പം ഒന്ന് വിഷമിച്ച് എന്താണ് അച്ഛൻ ചിന്തിക്കുന്നത്. അച്ഛൻ വീണ്ടും എന്നെ നോക്കി. അപ്പൊ ഞാൻ ഒരു ദിവസം പുറകോട്ട് വെച്ചു. എന്താണെന്ന് എനിക്ക് മനസ്സിലല്ല ചെയ്യുന്നത് അച്ഛൻ. അപ്പൊ ഞാൻ അച്ഛൻ്റെ വീണ്ടും ധൈര്യത്തോട് ചോദിച്ചു, അച്ഛ എന്താണ് അച്ഛൻ ഇങ്ങനെ നോക്കുന്നത്? അപ്പൊ അച്ഛൻ പറഞ്ഞു, അതെന്നെ ഭയങ്കര സ്പർശിച്ച ഒരു ഡയലോഗ്. അച്ഛൻ പറഞ്ഞു, എനിക്ക് പരിശുദ്ധ മാതാവിൽ നിന്ന് ഒരു ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നെ അന്വേഷിച്ച് ഒരാൾ വരും. ആ ആള് നീ തന്നെയാണോ എന്ന് ഞാൻ നോക്കുകയായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്. അത് ഞാൻ ഭയങ്കര ഷോക്കായി പോയത്. അപ്പൊ ഞാൻ അച്ഛനോട് വെച്ചാൽ അത് ഞാൻ തന്നെയാണ്, നമ്മൾ തന്നെയാണ് പടം ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അമ്മയാണ് ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മ ഫേസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതും ഞങ്ങളെ വളർത്താനും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും പുറത്തുള്ള കാര്യങ്ങൾ നോക്കാനും വീട് പണി നടക്കുന്ന സമയമായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ നോക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ അമ്മ പോകുന്നതും അമ്മ ഫേസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഈ സ്റ്റോറി കേട്ടപ്പോൾ തന്നെ എനിക്ക് അതാണ്, ഞാൻ ചെറുതിലെ തൊട്ടേ ഞാൻ കണ്ടു വളർന്ന ആ ഒരു അമ്മയുടെ ഫേസും അമ്മയുടെ സ്ട്രഗിളുമാണ് എൻ്റെ മുന്നിലേക്ക് വന്നത്.